going into problem, we'll go with some introduction. Okay, ഈ പ്രോബ്ലത്തെ നമുക്ക് എന്താണ് ഈ പ്രോബ്ലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, പേജ് നമ്പർ 251 എടുത്ത് തന്നെ ആദ്യം പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 215 13.A 13.B എന്ന് പറഞ്ഞ രണ്ട് ഫിഗർ കണ്ടോ? 13.A 13.B എന്ന് പറഞ്ഞ രണ്ട് ഫിഗർ ഉണ്ടോ? ഓക്കെ, ആ ഫിഗർ നോക്കി. ഇനി ഓരോ ടേം ഞാൻ എഴുതുന്നത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്താണ് ഇവിടെ? ഏതാ? ഹലോ, എന്താ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ക്യാപിറ്റൽ ഡി ഞാൻ എന്താ പറഞ്ഞ ഇവിടെ? D1 എന്താ പറഞ്ഞത്? ആ ഫിഗറിനകത്ത് നോക്ക്, ഡേറ്റ ബുക്ക് നോക്ക്. D1 എന്താ പറഞ്ഞത്? D2 എന്താ പറഞ്ഞത്? D3 എന്ത് പറഞ്ഞ? D2 ഓക്കെ. D3 ഫ്ലേഞ്ച് ഡയമീറ്റർ. L എന്ത് പറഞ്ഞ? ലെങ്ത് ഓഫ് ഹബ് അല്ലെ? ഇനി എന്തൊക്കെയാ പറഞ്ഞ? പിന്നെ പറഞ്ഞു സ്മോൾ ഡി എന്താണ്? സ്മോൾ ഡി ബോൾട്ട്. I എന്താണ്? അല്ലെ? T എന്താണ്? ഇനി നമ്മള് സ്ട്രെസ്സസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ടോ എസ് എന്താണ്? ഷിയർ ഓഫ് ഷാഫ്റ്റ് അല്ലെ? പിന്നെ ടോ വണ്ണോ? ഷിയർ ഓഫ് കീ. എല്ലാരും നോക്കണേ. ടോ എസ് ഷാഫ്റ്റ്, ടോ വണ്ണ് ഷിയർ ഓഫ് കീ. പിന്നെ ടോ ബി എന്താണ്? പിന്നെന്താ പറഞ്ഞ? ടോ സി. ടോ സി എന്താണ്? പിന്നെ രണ്ട് ക്രഷിംഗ് സ്ട്രെസ് പറഞ്ഞു അല്ലെ? സിഗ്മ ബിയും പറഞ്ഞു, സിഗ്മ B1 പറഞ്ഞു. സിഗ്മ ബി എന്താണ്? ഇവിടെ ടോബി കൊടുത്ത എന്തിന്റെ ആയിരുന്നു? ടോബി എന്തിന്റെ ആയിരുന്നു? B4 വോൾട്ട്. അപ്പൊ സിഗ്മ ബി എന്ന് പറയുമ്പോഴത്തേന് ക്രഷിംഗ് B1 എന്തായിരിക്കും? ഓക്കെ, ഇത്രയും ടേംസ് ആണ് നമ്മള് കഴിഞ്ഞ മുൻപത്തെ സാറ്റർഡേ നമ്മൾ പഠിച്ചത്. അപ്പം എല്ലാരും നിങ്ങൾക്ക് ചിലർക്ക് എനിക്ക് ഒരു കംപ്ലൈന്റ് കിട്ടി, ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പ്രോബ്ലം ചെയ്തു പോകുന്നത്. എനിക്ക് കുറച്ച് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 50% മനസ്സിലായാൽ മതി. ബാക്കി 50% നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ എല്ലാം സ്പൂൺ ബൈ സ്പൂൺ ഫീഡിങ് തന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്. അപ്പൊ അത് നിങ്ങൾ കൂടെ ഒരു ഹോംവർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇനിയും അതേക്കാളും ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ തീരത്തില്ല. അതുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലം ഒക്കെ ഞാൻ പതുക്കെയാണ് പോകുന്നത്. ബേസിക് പ്രോബ്ലം സ്ലോലി തന്നെയാണ് പോകുന്നത്. പിന്നീടുള്ള സിമിലർ പ്രോബ്ലംസ് വരുമ്പോഴാണ് ഞാൻ ജസ്റ്റ് മെത്തേഡ് പറഞ്ഞ് തീർക്കുന്നത്. കാരണം അത്രയും സമയം നമുക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മതി. ടോ എസ് എന്ന് വെച്ചാൽ എന്താണ്? ടോ എസ് എന്താണ്? ടോ എസ് ഷാഫ്റ്റിന്റെ, ടോ വണ്ണ്
ഷിയർ ഓഫ് കീ, ടോ ബി ഷിയർ ഓഫ് ബോൾട്ട് അല്ലെ. എല്ലാവരും മനസ്സിൽ ഓർക്കണം ഈ ഓരോ വേർഡ്സ് പറയുമ്പോഴും. ടോ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ ഓഫ് ഫ്ലാഞ്ച്, സിഗ്മ ബി എന്ന് പറയുമ്പോൾ രണ്ട് ക്രഷിംഗ് സ്ട്രെസ് അല്ലെ. അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ബോൾട്ടിന്റെ, അപ്പൊ സിഗ്മ ബി എന്ന് പറയുമ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആണ്, ബി വൺ എന്ന് പറയുമ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് കീ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് നിങ്ങളെ കൊണ്ട് പറയാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് ഡിസൈൻ എ പ്രൊട്ടക്റ്റഡ് ടൈപ്പ്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് കാസ്റ്റ് ആൻഡ് ഫ്ലേഞ്ച് കപ്ലിംഗ് ഓഫ് സ്റ്റീൽ. എന്ത് മെറ്റീരിയലാണ് അവിടെ? എന്ത് മെറ്റീരിയലാണ്? സ്റ്റീൽ. പവർ എത്ര? പവർ എത്ര വന്നേക്കുന്നത്? 30 കിലോ വാട്ട്. എത്ര അറ്റ് എത്ര RPM? 200 RPM അല്ലെ. അലോബിൾ ഷിയർ സ്ട്രെസ് ഫോർ ദ ഷാഫ്റ്റ് ആൻഡ് കീ മെറ്റീരിയൽ ഈസ് 40 MPa. അപ്പം ഏതൊക്കെയാണ്? ടോ എസ് എത്ര? ടോ എസ് എത്ര? ഷാഫ്റ്റിന്റെ അലോബിൾ ഷിയർ സ്ട്രെസ് ഫോർ ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് എന്തുവാ? ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് എന്തുവാ? ഇത് ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് എന്തുവാ? ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് എന്തുവാ? കേൾക്കുന്നുണ്ടോ? ടോയ്സ് എത്ര വരും? 40 MPa. പിന്നെ അതിന്റെ കീ മെറ്റീരിയലിന്റെ ഷിയർ, കീ മെറ്റീരിയലിനകത്ത് കീയുടെ ഷിയർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്? കീയുടെ ഷിയർ എങ്ങനെ? ടോ വണ്ണിന്റെ വാല്യൂ എത്ര? The maximum torque transmitted is 20% greater than the full torque. അപ്പൊ Tmax എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% greater than the ഈ ടോർക്ക് എന്ന് പറയുമ്പോൾ Tmax നമുക്ക് ഏതെങ്ങനെയാണ്? Tmax 1.2 ടൈംസ് ടോർക്ക് ഏതാവും Tmax. Tmax എങ്ങനെ എഴുതാ? 20% greater than Tmax is equal to 120% of T എഴുതാം. 120% എത്ര? 120% of T എഴുതാം. 120% എന്ന് വെച്ചാൽ എത്ര? 1.2 അല്ലേ? അല്ല, പെർസെന്റേജിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ്? ഇൻറ്റു ഡിവൈഡ് ബൈ 100 എടുത്താൽ മതി അല്ലേ? 1.2 ഓഫ് T. അപ്പൊ Tmax എന്ത് കിട്ടി? 1.2 T കിട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത എന്ത് പറഞ്ഞേക്കുന്നത്? ഇത് അലോബിൾ ഷിയർ ഇൻ ദ ബോൾട്ട് ഈ 60 MPa. അപ്പൊ അതെന്താണ്? സിഗ്മ എന്താണ്? അലോബിൾ ഷിയർ ഇൻ ദ ബോൾട്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സിഗ്മ അല്ലല്ലോ, ടോ ബി എത്ര? 60 MPa അല്ലെ. പിന്നെന്താ? അലോബിൾ ഷിയർ ഇൻ ദി ഫ്ലാഞ്ച്. എത്ര ഫ്ലാഞ്ചിന്റെ? അപ്പം അതെങ്ങനെയാ? ടോ സി എത്ര? 40 MPa അല്ലെ. ഇത്രയാ തന്നേക്കുന്നത് ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇതിനെ ഡിസൈൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തോ ചെയ്തിരുന്നത്? ആദ്യം നമ്മൾ ഡിസൈൻ എന്തോ ചെയ്തത്? ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പവർ അല്ലെ. ടോർക്ക് കണ്ടുപിടിക്കണം. ടോർക്ക് കണ്ടുപിടിക്കുന്ന ഫോമിൽ എന്തുവാ? പവർ തന്നിട്ടുണ്ട്, RPM തന്നിട്ടുണ്ട്. പവർ കിലോ വാട്ട് തന്നിട്ടുണ്ട്, RPM തന്നിട്ടുണ്ട്. അപ്പൊ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഫോമിൽ എന്തുവാ? 9.55 into 10⁻6 into P divided by N. എത്ര കിട്ടും ടോർക്ക്? എല്ലാരും ചെയ്ത്
എല്ലാവരും ചെയ്തേ, കിട്ടും എല്ലാവർക്കും. കിട്ടി ടോർക്കിന്റെ വാല്യൂ എത്ര കിട്ടി? എത്ര കിട്ടി? ഇത്ര കിട്ടിയോ? ഓക്കെ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഈ ടോർക്കിന്റെ വാല്യൂ അല്ല നമുക്ക് എടുക്കേണ്ടത്. 10⁹ ആണോ കിട്ടിയത്? 1.43 10⁹ ആണോ കിട്ടിയത്? ഏതാ 10⁻³ ചെയ്യണ്ടല്ലോ, കാരണം കിലോ വാട്ടിലല്ലേ കിടക്കുന്ന ഡേറ്റ ബുക്കില്ല പവർ. പവർ ഡേറ്റ ബുക്ക് തന്നേക്കുന്നത് കിലോ വാട്ടിൽ തന്നെയല്ലേ, അപ്പൊ നമ്മൾ 10⁻³ ചെയ്യണോ? വേണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടോർക്കാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് വന്നിട്ടുണ്ടോ, ടി മാക്സിന്റെ വാല്യൂ ഉണ്ട്. ടി മാക്സ് എന്ത് വന്നേക്കുന്നത്? ടി മാക്സ് ഇക്വൽ ടു എത്ര വന്നേക്കുന്നത്? 120% ഓഫ് ടി അല്ലെ? അപ്പൊ 120% എത്ര? 120 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടി. 120 ഡിവൈഡ് ബൈ 100 1.2 ടൈംസ് ടി എന്ന് കിട്ടും. അപ്പൊ ടി മാക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 20% ഓഫ് ടി എന്നാണോ പറഞ്ഞേക്കുന്നത്? The maximum torque transmitted is 20% greater than the full torque. 20% ഓഫ് ടോർക്ക് എന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെന്ത് പറഞ്ഞേക്കുന്നത്? The maximum torque transmitted is 20% greater than the full torque. അപ്പം ഫുൾ ടോർക്ക് ടി ആ, അതിന്റെ കൂടെ തന്നെ 20% ഓഫ് ടിയും കൂടെ കൂട്ടണം. അപ്പൊ എന്ത് വരും? 100 ടി, 100% ഓഫ് ടിയുടെ കൂടെ 120% ടിയുടെ കൂട്ടുമ്പോൾ 120% ഓഫ് ടി വരും. 120% ഓഫ് ടി എന്ന് വെച്ചാൽ 1.2 ഇൻറ്റു ടി ആണ്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇത് മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ടു ബി 20% ഗ്രേറ്റർ ദാൻ ദി ഫുൾ ടോർക്ക്. അപ്പം ഫുൾ ടോർക്ക് എത്ര? 100 ടി അല്ലേ? 100% ഓഫ് ടി അല്ലേ ഫുൾ ടോർക്ക്? അതിന്റെ കൂടെ എന്തും കൂടെ കൂട്ടണം. എന്തുകൂടെ കൂട്ടണം? ആ, ഇപ്പൊ 100% ടോർക്കിന്റെ കൂടെ, ടോട്ടൽ ടോർക്കിന്റെ വാല്യൂവിന്റെ കൂടെ 20% ടോർക്ക് കൂടെ എക്സ്ട്രാ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടി മാക്സിന്റെ വാല്യൂ ഇത് കിട്ടും. ടി മാക്സ് എന്ന് പറഞ്ഞാൽ 120% ഓഫ് ടി ഈസിക്കൽ ടു 120/100 ഇൻറ്റു ടി ഈസിക്കൽ ടു 1.2 ടി എന്ന് കിട്ടും. എത്ര കിട്ടും? എത്ര കിട്ടും? അത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ടോർക്കിന്റെ വാല്യൂ കിട്ടുക, അതിന്റെ കൂടെ 1.2 മൾട്ടിപ്ലൈ ഇത്രയും സമയം വേണം. ഓക്കെ. ഇപ്പൊ ഡിസൈൻ ഓഫ് ഷാഫ്റ്റിന്റെ നമുക്ക് ഇനി ഏത് വാല്യൂ എടുക്കണ്ടേ? ടി മാക്സ് നമ്മളിപ്പോ ഏത് ഇക്വേഷൻ എടുത്ത ഷാഫ്റ്റ് ഡിസൈൻ, ഷാഫ്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്? ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് വന്നിട്ടുണ്ട് ടോയ്സിന്റെ ഏത് ഇക്വേഷൻ എടുക്കണ്ടേ?
ഈ ടിയുടെ വാല്യൂ ഏതാ എടുക്കേണ്ടത്? ഈ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടി മാക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും, ഡയമീറ്റർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് ഷാഫ്റ്റിന്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഷാഫ്റ്റ് മെറ്റീരിയലിന്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അതാണ് ടോ എസ്. ഇപ്പൊ ഷാഫ്റ്റ് മെറ്റീരിയലിന്റെ ഷിയർ സ്ട്രെസ് കൊണ്ടിട്ടുണ്ട്. ഷാഫ്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഉണ്ട്. ടോ എസ് ഈക്വൽ ടു 16t/5d³. ഇതെവിടെയാണ് കിടക്കുന്നത്? എവിടെ കിടക്കുന്നത്? പേജ് നമ്പർ 50 3.1. നമ്പർ 50 3.1. ഇവിടെ ടി ആണ്, ടി മാക്സ് ഉള്ളതുകൊണ്ട് ടി മാക്സ് ആണ്. എത്ര ഡയമീറ്ററിന്റെ വാല്യൂ ഇത് കണ്ടുപിടിച്ച് പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ചെയ്ത് നോക്കിക്കേ. എല്ലാവർക്കും കിട്ടിയ ഡയമീറ്ററിന്റെ വാല്യൂ എല്ലാവരും സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എല്ലാവരും ചെയ്ത് ആദ്യമേ നിങ്ങൾ ഡയമീറ്റർ, ആ ഫോമിൽ യൂസ് ഡയമീറ്റർ കണ്ടുപിടിക്കണം. ആ ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് ഷാഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന ഈ പേജ് നമ്പർ 57 തോന്നുന്നു അല്ലെ? പേജ് നമ്പർ 57 നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ഇല്ലെങ്കിലും ഒരു 10-2 മിനിറ്റ് സമയം തരണം. അതുകൊണ്ട് ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഫോമിലേക്ക് സബ്മിറ്റ് ചെയ്ത ആൻസർ കിട്ടും. നിങ്ങൾ അധികം ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. ഈ ഫോമിൽ എവിടെ കിടക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അല്ല, ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ ഷിയേഴ്സ് തന്നിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ടി മാക്സ് അറിയാം, ടോ എസ് അറിയാം, ഡി കണ്ടുപിടിക്കാം. കിട്ടിയ ഡയമീറ്റർ എല്ലാവർക്കും ഡയമീറ്ററിന്റെ വാല്യൂ 60 പോയിന്റ് കിട്ടും. അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് 63 കിട്ടും. ഞാൻ അടുത്ത എന്ത് വെച്ചിട്ട് ഷാഫ്റ്റിന്റെ കഴിഞ്ഞു. അടുത്ത എന്താ? ഡിസൈൻ ഓഫ് ഹബ്ബ്. ഇതൊക്കെ എവിടെ കിടക്കുന്നത് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 252 കിടക്കുന്നത്. പേജ് നമ്പർ 252 എടുത്ത് നോക്കിയോ? പേജ് നമ്പർ 252 ഡിസൈൻ ഓഫ് ഹബ്ബ് ഡയമീറ്റർ D1 എത്ര? D1 അങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹബ്ബ് ഡയമീറ്റർ D1 അങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു ഏത് ഇക്വേഷൻ എടുക്കണ്ടെന്നൊക്കെ. സാധാരണ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കും. ഫസ്റ്റ് ഇക്വേഷൻ എന്തുവായിരുന്നു? D1ന്റെ 1.5 D പ്ലസ് ഓക്കെ. അതുപോലെ തന്നെ ഹബിന്റെ ലെങ്ത് എത്ര? ഹബിന്റെ ലെങ്ത് എത്ര? ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ ആൻസർ.
ഇത്ര സമയമൊന്നും വേണ്ട, അത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. D1 എത്ര കിട്ടി? ലെങ്ത് എത്ര? എല്ലാവർക്കും കിട്ടിയോ? ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രമോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ചെയ്ത് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആണ്. എല്ലാവർക്കും D1ഉം എല്ലാം കിട്ടിയോ? വിഷ്ണുദേവന് കിട്ടിയോ? വിഷ്ണു? ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഹബ് ഡിസൈൻ ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്? ഡിസൈൻ ഓഫ് കീ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്താണ്? കീ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? എന്ത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത് കീയുടെ വരുമ്പോൾ? എന്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കീ വരുമ്പത്തിന് എന്താണ്? ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 2 times ഷിയർ സ്ട്രെങ്ത് ആയിരിക്കണം അല്ലെ? ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ 2 times ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? കീയുടെ സിഗ്മ. ക്രഷിംഗ് സ്ട്രെങ്ത് എന്തോ കീയുടെ സിഗ്മ B1 അല്ലെ? ഷിയർ സ്ട്രെങ്ത് എന്തോ കീയുടെ 2 ടോ ഏതാ? 1 ആണോ S ആണോ B1? ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ടോ? എന്തൊക്കെ തന്നിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വല്ലതും ഉണ്ടോ? സിഗ്മ 1ന്റെ വാല്യൂ എത്ര? ടോ 1ന്റെ വാല്യൂ എത്ര? 40 അല്ലേ? സിഗ്മ B1ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? സിഗ്മ B1ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അസ്യൂമിങ് ഇറ്റ് ആസ് എ സ്ക്വയർ കീ. സ്ക്വയർ കീയെ നമ്മൾ അസ്യൂം ചെയ്യുക. ആ സ്ക്വയർ കീ ആണെങ്കിൽ എന്ത് കേസ് ആയിരിക്കണം? ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 2 times ഓഫ് ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? കീയുടെ ഡിസൈനകത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 2 times ഷിയർ സ്ട്രെങ്ത് ആയിരിക്കണം. അപ്പൊ കീയുടെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ B1 ആണ്. കീയുടെ ഷിയർ സ്ട്രെങ്ത് എന്താണ്? കീയുടെ ഷിയർ സ്ട്രെങ്ത്? കീയുടെ ഷിയർ സ്ട്രെങ്ത് എന്താണ്? ടോ ഏതാ? ടോ 1 ആണോ? ടോ B ആണോ? ടോ S ആണോ? ടോ C ആണോ? ടോ 1. അപ്പൊ ഇതിനകത്ത് നമുക്ക് സിഗ്മ B1 തന്നിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കാൻ. അതുകൊണ്ട് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സ്കോർ കീയായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഒരു സിഗ്മ B1ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. സിഗ്മ B1ന്റെ വാല്യൂ എത്ര വരും? 2 into ടോ 1ന്റെ വാല്യൂ എത്ര? നിങ്ങളൊന്നും മിണ്ടായിരിക്കില്ല. ടോ 1ന്റെ വാല്യൂ എത്ര? അപ്പൊ എത്ര വരും സിഗ്മ B1? സിഗ്മ B1ന്റെ വാല്യൂ 40 ആണോ വരുന്നത്? 80 MPa അല്ലെ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ സിഗ്മ B1ന്റെ നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യും. എന്ത് ചൂസ് ചെയ്യാൻ പോവാ? കീ ചൂസ് ചെയ്യാൻ പോവാ. കീ ചൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് നോക്കണം?
ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? പേജ് നമ്പർ ഏത് പേജ് നമ്പറിനകത്ത് വരുന്നു? പേജ് നമ്പർ 69 എടുക്കുക. പേജ് നമ്പർ 69 എടുത്ത എല്ലാവരും. പേജ് നമ്പർ 69 അത് ഡയമീറ്റർ എത്ര? ഡയമീറ്റർ എത്ര? ഷാഫ്റ്റ് ഡയമീറ്റർ എത്ര? ഷാഫ്റ്റ് ഡയമീറ്റർ എത്ര? ഇവിടെ എത്ര ഷാഫ്റ്റ് ഡയമീറ്റർ? 63 അല്ലേ? അപ്പൊ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീയുടെ ഡയമെൻഷൻസ് ഒന്ന് എടുത്ത് എഴുതിക്കേ. 6 മുതൽ 8 വരെ, 8 മുതൽ 10, 10, 12, 12, 17, 17, 22 അതെങ്ങനെ നോക്കുമ്പോഴത്തേന് 63 ഏത് റേഞ്ചിലാണ് വരുന്നത്? 58 മുതൽ 55 വരെ. അവിടെ നമുക്ക് ബിയുടെ വാല്യൂ എത്ര കിട്ടും? ബിയുടെ വാല്യൂ എത്ര? എത്ര കിട്ടും? എടാ നിങ്ങൾ ഇതെടുത്ത് നോക്ക്. പേജ് നമ്പർ 69 എടുത്തിട്ട് ഡയമീറ്റർ 58 മുതൽ 65 വരെ ഉള്ളതിനകത്താണ് ഡയമീറ്റർ 63. അപ്പൊ അതിനകത്ത് വരുന്ന കീയുടെ ഡയമെൻഷൻ നോക്കിയേ. ബി എത്ര വരും? ബി 18 വരും. എച്ച് എത്ര വരും? 11. പക്ഷെ നമുക്ക് 11 എടുക്കാൻ പറ്റുമോ? എന്താ നമ്മൾ കീ എന്തൊക്കെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്? സ്ക്വയർ കീ എന്ന് അസ്യൂം ചെയ്തിട്ട് ഇതുകൊണ്ടാണ് സിഗ്മ B1 2 τ1 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ കീ ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ബിയുടെ വാല്യൂ 18 എടുത്തുകൊണ്ട് എച്ചിന്റെ വാല്യൂ എന്ത് തന്നെ എടുക്കാം? ബിയുടെ വാല്യൂ 18 എടുത്തുകൊണ്ട് എച്ചിന്റെ വാല്യൂ 18 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ബി വെച്ചും കിട്ടി ആണല്ലോ. കീ ഡിസൈൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്തോ ചെയ്യണം? കീ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കണം? കീയുടെ ബി വെച്ചു എത്ര കിട്ടി? കീയുടെ ബി വെച്ചു എത്ര കിട്ടി? കീയുടെ ബി വെച്ച് എത്ര കിട്ടി? 18 കിട്ടി. ഇനി കീയുടെ രണ്ട് സ്ട്രെസ്സസ് എന്തൊക്കെയാ? അത് ആദ്യം പറ. കീ എന്തോ τ1 ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് τ1 ഉണ്ട്, പിന്നെന്തുകൊണ്ട് സിഗ്മ B1. τ1ന്റെ വാല്യൂ എത്ര വന്നേക്കുന്നത്? 40. സിഗ്മ B1ന്റെ വാല്യൂ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച എത്ര? സിഗ്മ B1ന്റെ വാല്യൂ തന്നിട്ടില്ല, പക്ഷെ കണ്ടുപിടിച്ച എത്ര? 80 MPa. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മൾ τ1ഉം സിഗ്മ B1ഉം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോവാ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടണം? ഈ വാല്യൂനെക്കാട്ടിലും കാൽക്കുലേറ്റഡ് വാല്യൂസ് ഓഫ് τ1 and സിഗ്മ B1 should be less than the B1 വാല്യൂ അല്ലെ. തന്ന വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈൻ സേഫ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെ? ഡേറ്റ ബുക്കിനകത്ത് നോക്കിയേ. τ1 ഉള്ള ഇക്വേഷൻ ഏതാ? കീയുടെ ഡിസൈനകത്ത് τ1 ഉള്ള ഇക്വേഷൻ ഏതാ? ഡേറ്റ ബുക്കിനകത്ത് പേജ് നമ്പർ 62 അത് പറഞ്ഞേ. പേജ് നമ്പർ 62 τ1 ഉള്ള ഇക്വേഷൻ ഏതാ? കീയുടെ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത് T equal to ഏതാ എന്ന് പറഞ്ഞ പേജ് നമ്പർ 62 നോക്കിയ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കീയുടെ ഇക്വേഷൻ ഏതാണ്? ഹാഫ് ഓഫ്
ടോ 1 ബി. അവിടുത്തെ ഡി സ്മോൾ ഡി ആണ്. അവിടുത്തെ സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഷാഫ്റ്റ് ഡയമീറ്റർ അല്ലേ, നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുവാണ്. പിന്നെ എന്താണ് അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? എല്ലും ഉണ്ട് ഇല്ലേ? അപ്പൊ ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടി എടുക്കേണ്ടത്? ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടി? ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയേ? എവിടുന്ന് കിട്ടി? പേജ് നമ്പർ 62 നോക്കിയേ. പേജ് നമ്പർ 62 4.58 ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോ 1. ടോ 1 എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ഓഫ് കി ഇൻറ്റു ബി ഇൻറ്റു അവിടുത്തെ സ്മോൾ ഡി ആണ് കൊടുത്തത്. പക്ഷെ അവിടുത്തെ സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്താണ്? അപ്പുറത്തോട്ട് മറിച്ച് നോക്കി. അവിടുത്തെ സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ സ്മോൾ ഡി എന്തുവാണ്? ഈ പേജ് നമ്പർ 63 സ്മോൾ ഡി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കാമല്ലോ സ്മോൾ ഡിക്ക് പകരം, ഇല്ലേ? ഇൻറ്റു എന്തുണ്ട്? ലെങ്ത്. പിന്നെ ഒരു മൈനസ് ഓഫ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, അത് നമ്മൾ എടുക്കത്തില്ല കേട്ടോ. പിന്നെ അപ്പൊ ഇതൊന്ന് കണ്ടുപിടിച്ച് ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ടി മാക്സ് കൊടുക്കണം, ഇല്ലേ? ആ ഏതാ? ആ 96 എന്ന് എഴുതണം. അപ്പൊ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ടിക്ക് പകരം എന്ത് കൊടുക്കണം? ടി മാക്സ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത. പിന്നെ ടോ 1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇല്ലേ? ടോ 1ന്റെ വാല്യൂ തന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ടോ 1ന്റെ വാല്യൂ. ബിയുടെ വാല്യൂ നമ്മൾ എത്ര എടുത്ത്? ബിയുടെ വാല്യൂ എത്ര? ബിയുടെ വാല്യൂ എടുത്ത് എത്ര എടുത്തേ? 18. പിന്നെ ഷാഫ്റ്റ് ഡയമീറ്റർ എത്ര കിട്ടിയേ? പിന്നെ കീയുടെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ ലെങ്ത് ആയിട്ട് തന്നെ എടുക്കുക? ഹബിന്റെ ലെങ്ത് ആയിട്ട് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് അവിടുന്ന് എന്തോ കിട്ടും? അവിടുന്ന് എന്തോ കിട്ടും? ടോ 1ന്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന ടോ 1ന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന ടോ 1 എത്ര? ഇവിടെ തന്നിരിക്കുന്ന ടോ 1 എത്ര? ആ തന്നിരിക്കുന്ന ടോ 1നെക്കാളിലും കുറവാണോ നോക്കുക. കിട്ടുന്ന ടോ 1ന്റെ വാല്യൂ എത്ര ആണെന്ന് പറഞ്ഞേ. എത്ര? കേട്ടില്ലടാ. 31.6 അതിനകത്ത് കിടക്കുന്നു. അപ്പൊ ടോ 1 എന്താണ്? ഇത് എന്തിനെക്കാട്ടിലും കുറവാണ്? 40 മെഗാപിക്സലിനെ കുറവാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് സേഫ് ആണെന്ന് പറയാം. അപ്പൊ ടോണ് ചെക്ക് 40 മെഗാപാസ്കലിനെക്കാട്ടും കുറവാണ്. അപ്പൊ ടോണിന് സേഫ് ആണെന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ എന്തോ ചെക്ക് ചെയ്യേണ്ടത്? കീയുടെ അടുത്ത സ്ട്രെസ് എന്തുവാ? ടോൺ ചെക്ക് ചെയ്ത് പിന്നെ അടുത്ത സ്ട്രെസ് എന്തുവാ? സിഗ്മ B1. സിഗ്മ B1ഉം പിയും തമ്മിലുള്ള ഇക്വേഷൻ അവിടെ തന്നെ നോക്കി. സിഗ്മ B1 ഉള്ള ഇക്വേഷൻ ഏതാ? T is equal to 1/4. പേജ് നമ്പർ 63 തന്നെ കേട്ടോ. നോക്കിക്കേ, സിഗ്മ B1 ഉള്ള ഇക്വേഷൻ ഏതാ? T is equal to 1/4. പറഞ്ഞേ. T is equal to 1/4 എവിടുന്ന? ഏത് ഇക്വേഷനാ? പേജ് നമ്പർ 63 4.4b എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കി. പേജ് നമ്പർ 63 4.4b എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കി. അതിനകത്ത് എന്ത് പറഞ്ഞേക്കുന്നത്? T is equal to എന്ത് പറഞ്ഞേക്കുന്നത്?
എന്ത് പറഞ്ഞേക്കുന്നത്? ഏതാ? 1/4 സിഗ്മ B1 H ഉണ്ട്. പിന്നെ D എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സ്മോൾ ഡി ആണ് ക്യാപിറ്റൽ ഡി ആണോ നമ്മൾ കൊടുക്കുന്നത്? ക്യാപിറ്റൽ ഡി അല്ലേ, ഇൻറ്റു എല്. ഇതിനകത്ത് ടിയുടെ വാല്യൂ നമ്മൾ ഏത് വാല്യൂ എടുക്കണം? ടി മാക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. പിന്നെ 1/4 കോൺസ്റ്റന്റാ. എച്ചിന്റെ വാല്യൂ എത്ര? എച്ചിന്റെ വാല്യൂ എത്ര? എച്ചിന്റെ വാല്യൂ എത്ര? ബിയും എച്ചും എത്ര ആയിട്ട് എടുത്തേ നമ്മള്? ബിയും എച്ചും എത്ര ആയിട്ട് എടുത്തേ? 80. ഷാഫ്റ്റിൻ ഡയമീറ്റർ എത്ര? 63. കീയുടെ ലെങ്ത് എന്തിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക? ഹബിന്റെ ലെങ്ത്. അത് എത്ര കിട്ടിയേ? അതെത്ര കിട്ടിയേ? എത്ര കിട്ടിയേ? 96. അപ്പൊ ഇതിനകത്തുള്ള സിഗ്മ B1 എത്ര കിട്ടുന്നത് കണ്ടുപിടിച്ചു. സിഗ്മ B1 എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചു. ഇതിനകത്തുള്ള സിഗ്മ B1 എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചു. എല്ലാവരും ചെയ്തേ. 63 പോയിന്റ് കിട്ടും. വിച്ച് ഈസ് ലെസ് ദാൻ, ഇതിന് എന്തിനെക്കാളും കുറവാണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എത്ര? 80 അല്ലേ? അപ്പൊ നമുക്ക് τ1 ചെക്ക് ചെയ്തു, സിഗ്മ B1 ചെക്ക് ചെയ്തു. രണ്ടും എന്താണ്? രണ്ടും സേഫ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഒരു